പ്രിയപ്പെട്ട നാട്ടുകാരെ, എൻ്റെ ഈ ഗ്രാമം തന്ന ആദരവിനും എൻ്റെ പുസ്തകം പ്രസാദനം ചെയ്യാൻ ഇങ്ങനെ ഒരു വേദി ഒരുങ്ങിയതിനും ആദ്യമായി നന്ദി പറയട്ടെ. സമയം വളരെ വൈകി, കൂടുതലായും ഞാൻ സംസാരിക്കുന്നില്ല. എൻ്റെ യാത്രകൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വിധം പ്ലാൻ ചെയ്യാവുന്നതാണ്. ഒന്ന്, നമ്മളൊരു ദേശത്തേക്ക് പോയി ആ ദേശത്തെ പഠിച്ച് ആ ദേശത്തെ കണ്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ വിധം, ആ ദേശത്തെക്കുറിച്ച് പൂർണ്ണമായി പഠിച്ച ശേഷം ആ ദേശത്തെ ജനങ്ങളിലൂടെ സഞ്ചരിച്ച് നമ്മൾ പഠിച്ചതിനപ്പുറമുള്ള വിശേഷങ്ങളും നമ്മൾ കാണാത്ത കാഴ്ചകളും കാണുക എന്നുള്ളത്. രണ്ടാമത്തെ വഴിയാണ് ഞാൻ സാധാരണ സ്വീകരിക്കാറുള്ളത്. ഏതാണ്ട് മാസങ്ങളോളം നീളുന്ന പ്രിപ്പറേഷൻ, അതിലേറ്റവും കഠിനമായ പ്രിപ്പറേഷൻ നമുക്ക് ആ രാജ്യത്തെ അറിയുന്ന, അവിടെ ചരിത്രം അറിയുന്ന ഒരു ദ്വിഭാഷിയെ കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ കൃത്യമായ അങ്ങനെ ഒരു ദ്വിഭാഷിയെ കണ്ടെത്തിയ ശേഷമാണ് സാധാരണ എൻ്റെ ഐറ്റിനറികളൊക്കെ പൂർത്തിയാക്കാറും യാത്ര നടത്താറും. അങ്ങനെ പോകുമ്പോൾ കുറേ അൺടോൾഡ് സ്റ്റോറീസ്, പറയപ്പെടാത്ത കഥകൾ, ജീവിത കഥകൾ നമ്മളവിടെ കാണും. അങ്ങനെയുള്ള ഒന്ന് രണ്ട് സന്ദർഭങ്ങൾ മാത്രം ഞാൻ ഈ സദസ്സുമായി പങ്കുവെക്കട്ടെ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമെന്ന് തോന്നുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ മുസ്ലിം വംശഹത്യ സംഭവിച്ച ബോസ്നിയയിലെ വടക്കൻ ബോസ്നിയയിൽ ഒരു കുന്നിൻ ചെരുവിലെ ഒരു വീട്ടിൽ ഞാൻ അതിഥിയായി. ഞാൻ എൻ്റെ പുസ്തകത്തിൽ അത് കുറേ എഴുതിയിട്ടുണ്ട്. അനീസ എന്ന സ്ത്രീ, വൃദ്ധയായ സ്ത്രീയുടെ ഒരു വീടും വളരെ വിശാലമായൊരു കൃഷിയിടവും. ഞങ്ങൾ അവരുടെ വീട്ടിൻ്റെ മുന്നിലെ ആപ്രിക്കോട്ട് മരത്തിൻ്റെ തണലിലിരുന്ന് സംസാരിക്കുമ്പോൾ അവരുടെ കഥ വളരെ വേദനയോടെ ഞാൻ കേട്ടിരുന്നു. വംശഹത്യാകാലത്ത് സെർബുകളെയൊക്കെയും മുസ്ലിം ബോസ്നിയാക്കുകളെ ആക്രമിച്ച് കീഴടക്കൂ, അവർ വംശഹത്യ ചെയ്യൂ, അവരുടെ സ്വത്തുക്കളും അവരുടെ വീടുകളും അവരുടെ കൃഷിയിടങ്ങളും ഒക്കെ നിങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞ് ധരിപ്പിച്ചായിരുന്നു സെർബുകൾ അവിടെ അക്രമത്തിന് വേണ്ടി വന്നത് ആ പ്രദേശത്ത്. അങ്ങനെ സ്വന്തം വീടും വലിയ കൃഷിയിടവും ഉപേക്ഷിച്ച് അനീസയും അവരുടെ ഭർത്താവും ഒരു കുട്ടിയും അവരുടെ സ്ഥലം നാട് വിട്ടോടിപ്പോയി. യുദ്ധത്തിന് ശേഷം സമാധാനം, ഡേറ്റോൺ കരാറൊക്കെ വന്ന ശേഷം അവർ തിരികെ വന്നപ്പോൾ ഈ പ്രദേശം, അവരുടെ വീടും കൃഷിയിടവും ഒക്കെ ഒരു സെർബ് കുടുംബത്തിൻ്റെ കയ്യിലാണ്. അവരതിൻ്റെ രേഖയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഡേറ്റോൺ കരാറിൻ്റെ ഭാഗമായി ഇങ്ങനെ അന്യാധീനപ്പെട്ടു പോയ സെർബുകൾ കയ്യിലാക്കിയ സ്ഥലങ്ങളും വസ്തുക്കളും തിരിച്ചു കൊടുക്കാനുള്ള ചില ഉടമ്പടികൾ ഉണ്ടായിരുന്നു. അത് പ്രകാരം ഇവർ തിരിച്ചു ചോദിച്ചപ്പോൾ വളരെ പ്രയാസത്തോടുകൂടി, ആ ഉടമ്പടി ആ നേരത്തും നടന്നിട്ടില്ല, പക്ഷെ വളരെ പ്രയാസത്തോടു കൂടി ഒരുപാട് പണം സംഭരിച്ച് അവരുടെ വസ്തു അവർ തിരിച്ചു വാങ്ങി. ഞാൻ അവരുടെ കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അന്ന് ഇവിടെ വന്ന് നിങ്ങളുടെ കയ്യേറി നിങ്ങളുടെ വസ്തു നിങ്ങൾക്ക് തന്നെ വിറ്റ ആ സെർബ് കുടുംബം ഇപ്പം എവിടെയാണ്? അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ വാരാന്ത്യത്തിലും അവരിവിടെ വരും. ഞങ്ങൾ ഈ ആപ്രിക്കോട്ട് മരത്തിൻ്റെ താഴെ ഇരുന്ന് കാപ്പി ഉണ്ടാക്കി കുടിക്കും, സംസാരിക്കും, ഇവിടെയുള്ള പച്ചക്കറികൾ അവർ കൊണ്ടുപോകും. ഞങ്ങളുടെ മകൾ, യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന മകൾ, അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ഒരു മനുഷ്യന്, ഒരു കുടുംബത്തിന് അവരുടെ ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ദുരിതം സമ്മാനിച്ച മറ്റൊരു കൂട്ടർ 25 വർഷത്തിന് ശേഷം സംഭവിച്ചത് എന്താണ് എന്നതായിരുന്നു അന്നത്തെ അന്വേഷണം. അവർ പറഞ്ഞു, ആ സെർബ് കുടുംബം
അവർക്ക് അറിയില്ല. അവരെ പറഞ്ഞ് ധരിപ്പിച്ചത് ഈ കാണുന്നതൊക്കെ ഓട്ടോമാൻ ഉസ്മാനിയ തുർക്കുകൾ ഇവിടെ കയ്യേറി അധിനിവേശം ചെയ്ത് മുസ്ലിങ്ങളാക്കി നമ്മുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തതാണ്. നമുക്ക് തിരിച്ചു പിടിക്കണം. സത്യത്തിൽ ഇവർക്ക് ഈ ഭൂമി, സെർബുകൾക്ക് ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത് കൊടുക്കാനായി അവരുടെ വലിയ ഒരു തുക അന്നത്തെ സെർബ് നേതാക്കന്മാർ വാങ്ങി. അതുപോലെ തന്നെ തിരിച്ച് രജിസ്റ്റർ ചെയ്യാനായി അവർ കൊടുത്ത കാശ് മുഴുവൻ അതും ആ സെർബ് നേതാക്കന്മാർ വാങ്ങി. സത്യത്തിൽ ആ സെർബ് കുടുംബത്തിനൊന്നും കിട്ടിയില്ല. 10-25 വർഷത്തിന് ശേഷം അവർ രണ്ടു കൂട്ടരും മനസ്സിലാക്കുന്നു, ഞങ്ങളുടെ രണ്ടു പേരുടെയും കുടുംബങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ അത് ലോകത്തെവിടെയുമുള്ള മധ്യവർഗ മനുഷ്യരുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ ജീവിതം, ചുറ്റുമുള്ള അഴിമതി, കെടുകാര്യസ്ഥത, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ രണ്ടു കൂട്ടരുടെയും പ്രശ്നം എന്ന് മനസ്സിലാക്കുന്ന പോയിന്റിൽ അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. എല്ലാ വംശഹത്യയുടെയും എല്ലാ പോരാട്ടങ്ങളുടെയും അവസാനം അത്തരം ഒരു പ്രകാശം പരക്കും എന്ന് സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞാൻ അവസാനം കസാക്കിസ്ഥാനിലെ പ്രാന്തപ്രദേശത്തേക്ക് ഒരു യാത്ര പോയി. അവിടെ ഒരു പള്ളി മുറ്റത്ത്, കസാക്കിസ്ഥാൻ കാലങ്ങളായി സോവിയറ്റ് യൂണിയൻ്റെ കയ്യിലുണ്ടായിരുന്ന രാജ്യമാണ്, ഏറ്റവും അവസാനം വിട്ടുപോകുന്ന രാജ്യം. അവിടെ ഒരു സബർബൻ ഏരിയ, അൽമാറ്റിയുടെ പുറത്തുള്ള ഏരിയയിൽ ഒരു പള്ളി മുറ്റത്ത് ഒരു വൃദ്ധനിരിക്കുന്നു. അപ്പോൾ എൻ്റെ ദിവാശിയോട് ഞാൻ പറഞ്ഞു, ഇയാളൊരു പക്ഷേ സോവിയറ്റ് കാലത്ത് ജീവിച്ച ആളായിരിക്കും, നമുക്ക് അയാളോട് സംസാരിക്കാം. സംസാരിച്ചപ്പോൾ അയാൾ സോവിയറ്റ് കാലത്ത് ജീവിച്ച ആളാണ്. അയാൾ 1.5 വർഷം സോവിയറ്റ് ജയിലിൽ കിടന്നിട്ടുണ്ട്. ജയിലിൽ കിടക്കാനുള്ള കാരണം അയാളുടെ അമ്മാവൻ്റെ മയ്യത്ത് ജനാസ നമസ്കരിച്ചു എന്നതാണ്. ആ സമയത്ത് മുസ്ലിം ഈ റിച്വൽസൊക്കെ ബാൻ ചെയ്ത ഒരു സമയം, വളരെ പരിമിതമായ മത ചര്യകൾ മാത്രം അനുവദനീയമായ ഒരു കാലം. അപ്പോൾ ആ കാലത്ത് ഇവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു പള്ളി അത് പൊളിച്ചുപോയി. പള്ളി ഒന്നായി പൊളിച്ചവിടെ മൊത്തം ഭൂമിയെ മാറ്റിപ്പോയിരുന്ന ഒരു കാലമായിരുന്നു. സോവിയറ്റ് യൂണിയൻ തകർന്ന ശേഷം 90-കൾക്ക് ശേഷം അവിടെ പള്ളി വന്നു. ആ പള്ളിമുറ്റത്ത് ഈ വൃദ്ധനിരിക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെ തോന്നുന്നു ഈ ഒരു നീണ്ട കാലത്തെ നിങ്ങളുടെ ഈ ഒരു പരിണാമം? അയാൾ പറഞ്ഞു, അന്ന് ഈ പള്ളി പൊളിച്ച ആൾക്കാരൊക്കെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളെ ഭരിക്കുന്നത്. സത്യത്തിൽ സോഷ്യലിസത്തിൽ നിന്നോ കമ്മ്യൂണിസത്തിൽ നിന്നോ മുതലാളിത്തത്തിലേക്കോ തിരിച്ചോ ഒക്കെ രാജ്യങ്ങളും ഭരണങ്ങളും മാറുന്നുണ്ടെങ്കിലും ആ മാറ്റത്തിനൊപ്പം അതേ ടീം, അതേ ഭരണകർത്താക്കൾ, അവരുടെ ആൾക്കാർ തന്നെ അങ്ങോട്ട് മാറിപ്പോയി അപ്പുറത്ത് നിൽക്കുന്ന ഒരു വളരെ വിചിത്രമായ സത്യം നമുക്ക് സോവിയറ്റ് രാജ്യങ്ങളിൽ കാണാൻ കഴിയും. ഇങ്ങനെ 1000 സന്ദർഭങ്ങൾ യാത്രകളിൽ ഉണ്ടായിട്ടുണ്ട്. അവയൊക്കെയും കുറിച്ച് വെക്കുന്നതിന് പകരം ഞാൻ എന്നെ വല്ലാതെ വേദനിപ്പിച്ച അല്ലെങ്കിൽ വല്ലാതെ സ്പർശിച്ച ഭാഗങ്ങൾ മാത്രം എഴുതി വളരെ മടിയോടെ പ്രസിദ്ധീകരിച്ചു. ആ പുസ്തകം ഈ ഗ്രാമത്തിൽ പ്രകാശനം ചെയ്യപ്പെട്ടു. ഏറെ സന്തോഷം. നന്ദി. അസ്സലാമു അലൈക്കും.